ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരു സഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ജലമലിനീകരണം തടയലും നിയന്ത്രണത്തിനുമുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. 7ാമത് ഇന്ത്യൻ മഹാസമുദ്ര ഉച്ചകോടിക്ക് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ഇന്ന് തുടക്കം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ 2ാം ഘട്ടത്തിന് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ തുടക്കമായി. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന പാകിസ്ഥാനിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഞായറാഴ്ച ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ജലമലിനീകരണം തടയലും നിയന്ത്രണത്തിനുമുള്ള ബില്ല് 2024 ലോക്സഭ പാസാക്കി. രാജ്യസഭയിൽ നേരത്തെ ബില്ല് പാസായിരുന്നു. 1974 ജലമലിനീകരണം തടയലും നിയന്ത്രണവും ബില്ലിന്റെ ഭേദഗതിയാണിത്. തുടക്കത്തിൽ ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയ്ക്കാണ് നിയമം ബാധകമാകുക. ബില്ല് പ്രകാരം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർമാനെ സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യും. നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട നടപടികളും സേവന മാനദണ്ഡങ്ങളും കേന്ദ്ര സർക്കാർ അറിയിക്കും. ബിൽ പ്രകാരം ജലമലിനീകരണത്തിന് 10,000 രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാം. ഗംഗാനദിയുടെ ശുചീകരണം ലക്ഷ്യമിട്ട നമാമി ഗംഗ പദ്ധതി പൂർത്തിയാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയിൽ കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. പുതിയ ബില്ലിലെ വ്യവസ്ഥകൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അധികാരം കവരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായ വികസനവും പരിസ്ഥിതി സംരക്ഷണവും മുന്നിൽ കണ്ടാണ് ജലമലിനീകരണം തടയലും നിയന്ത്രണവും ബില്ല് 2024 കൊണ്ടുവന്നതെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ബില്ല് രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവത്തിന് വിരുദ്ധമാണെന്ന് കോൺഗ്രസിലെ മാണിക്യം ടാഗോർ കുറ്റപ്പെടുത്തി. പ്രധാൻമന്ത്രി മത്സ്യസമ്പദയുടെ ഉപപദ്ധതിയായി പ്രധാൻമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹ് യോജനയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഫിഷറീസ് മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടാണിത്. അടുത്ത 4 വർഷത്തേക്ക് 6,000 കോടി രൂപയാണ് ഇതിനായി നീക്കിവച്ചിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതി പ്രകാരം ദേശീയ ഫിഷറീസ് ഡിജിറ്റൽ സംവിധാനം രൂപീകരിക്കും. ഇതിലൂടെ 40 ലക്ഷം ചെറുകിട നാമമാത്ര സംരംഭങ്ങൾ രൂപീകരിക്കും. ഫിഷറീസ് അടിസ്ഥാന സൌകര്യ വികസന ഫണ്ട് അടുത്ത 3 വർഷത്തേക്ക് ദീർഘിപ്പിക്കാനും മന്ത്രിസഭ അംഗീകാരം നൽകി. സ്പെക്ട്രം ലേലം ചെയ്യുന്നതിനുള്ള ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ ശുപാർശ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഉപഭോക്താക്കൾക്ക് ടെലികോം സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സ്പെക്ട്രം ലേലത്തിൽ വിജയിക്കുന്നവർക്ക് നൽകും. അധിക സ്പെക്ട്രം ടെലികോം സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുമെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു. ഉപഭോക്താക്കൾക്ക് കൂടുതൽ കവറേജും ഇതിലൂടെ ലഭ്യമാകും. 800, 900, 1800, 2100, 2300, 2500, 3300, 26 GH സെറ്റ് ഫ്രീക്വൻസി ബാൻഡുകൾക്കാണ് സ്പെക്ട്രം ലേലം നടത്തുക. 20 വർഷത്തെ കാലാവധിയാകും സ്പെക്ട്രത്തിന് ഉണ്ടാവുക. 96,317.65 കോടി രൂപയുടെ മൂല്യമുണ്ടാകും ഇതിന്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. റെയിൽവേ മന്ത്രാലയത്തിന്റെ 6 പദ്ധതികൾക്ക് കേന്ദ്ര സാമ്പത്തികകാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അംഗീകാരം. 12,343 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന 6 പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ യോഗത്തിലാണ് തീരുമാനം. 100% കേന്ദ്ര ധനസഹായം നൽകുന്ന പദ്ധതികളാണിവ. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ നിലവിലെ സർക്കാർ സ്വീകരിച്ച നയങ്ങളും സമഗ്രമായ സമീപനവും എന്താണെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശം ഉള്ളതിനാലാണ് UPA ഭരണകാലത്തെ രാജ്യത്തിന്റെ മോശം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സർക്കാർ ധവളപത്രം കൊണ്ടുവന്നതെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെ കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്തെ മോശം ഭരണം കാരണം ഇന്ത്യ ലോകത്തിലെ ദുർബലമായ 5 സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ രാജ്യം മികച്ച 5 സമ്പദ് വ്യവസ്ഥകളിലൊന്നാണെന്നും ശ്രീ മേഘ്വാൾ കൂട്ടിച്ചേർത്തു. ധവളപത്രത്തിന് ബദലായി കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന ബ്ലാക്ക് പേപ്പറും കേന്ദ്രമന്ത്രി തള്ളിക്കളഞ്ഞു. 7ാമത് ഇന്ത്യൻ മഹാസമുദ്ര ഉച്ചകോടിക്ക് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ഇന്ന് തുടക്കമാകും. ഉദ്ഘാടന സമ്മേളനത്തിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ, ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണൻ എന്നിവർ സംയുക്തമായി തുടക്കം കുറിക്കും. ഇപ്പോൾ കിട്ടിയത് 3 പേർക്ക് കൂടി ഭാരതരത്ന പ്രഖ്യാപിച്ചു. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു, MS സ്വാമിനാഥൻ, ചൌധരി ചരൺ സിംഗ് എന്നിവർക്കാണ് ഭാരതരത്ന പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ച വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ രണ്ടാം ഘട്ടത്തിന് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ തുടക്കമായി. കോഴിക്കോട് നഗരത്തിൽ മലാപ്പറമ്പ് ഹൌസിംഗ് കോളനി ഹാളിൽ യാത്രയുടെ പൊതുസമ്മേളനം നടന്നു. ഉച്ചയ്ക്ക് കൂണ്ടുപറമ്പിലും തുടർന്ന് അത്താണിക്കലും വികസിത് ഭാരത് സങ്കൽപ് യാത്ര എത്തിച്ചേരും. ആദ്യഘട്ടത്തിലേതുപോലെ കേന്ദ്ര പദ്ധതികൾ വിശദീകരിക്കുന്ന വാഹനം പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷന് കീഴിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചേരും. തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാംഘട്ട പര്യടനം ഈ മാസം 23 വരെ തുടരും. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഏകദിന ശില്പശാലയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശില്പശാല സംസ്ഥാന അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ കൃഷ്ണദാസൻ പി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകുമ്പോൾ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാലയളവിൽ സർക്കാർ സ്വകാര്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകം നിരീക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ട്രെയിൻ സർവീസിന് തുടക്കം. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നാണ് അയോധ്യയിലേക്കുള്ള ആദ്യ ആസ്ഥ ട്രെയിൻ സർവീസിന് തുടക്കമായത്. മുൻ കേന്ദ്ര സഹമന്ത്രി ഒ രാജഗോപാൽ രാവിലെ കൊച്ചുവേളിയിൽ നിന്ന് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആദ്യ യാത്രയിൽ 972 യാത്രക്കാരാണ് 20 കോച്ചുകളുള്ള ട്രെയിനിലുള്ളത്. 3300 രൂപയാണ് ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള ടിക്കറ്റ് നിരക്ക്. സംസ്ഥാനത്ത് കൂടുതൽ സയൻസ് പാർക്കുകൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിലോമ ചിന്തകൾ തടുക്കാനാകുന്ന വിധത്തിൽ സാമൂഹിക ശാസ്ത്ര അവബോധം വളർത്തുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ച മദ്രസ അധികൃതർ പൊളിച്ചുമാറ്റിയ പശ്ചാത്തലത്തിൽ പൊട്ടിപ്പുറപ്പെട്ട അക്രമസംഭവങ്ങളിൽ 2 പേർ കൊല്ലപ്പെട്ടു. പ്രതിഷേധക്കാരും നിയമപാലകരും പലയിടങ്ങളിലും ഏറ്റുമുട്ടി. അക്രമസംഭവങ്ങൾ നടന്ന പ്രദേശങ്ങളിൽ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ ഏർപ്പെടുത്തി. ക്രമസമാധാനം നിലനിർത്താൻ പ്രദേശത്ത് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു. പ്രതികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശത്ത് ക്രമസമാധാനം ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉന്നത യോഗത്തിൽ നിർദ്ദേശിച്ചു. മഹാരാഷ്ട്രയിൽ സർക്കാർ നൽകിയിട്ടുള്ള എല്ലാ ആയുധ ലൈസൻസുകളെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. സംസ്ഥാനത്ത് ആളുകൾ അനധികൃതമായി തോക്കുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതും അന്വേഷിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. മുംബൈയിൽ ശിവസേന നേതാവിന്റെ മകനായ അഭിഷേക് ഘോഷാൽക്കറിന് നേരെയുണ്ടായ വെടിവയ്പ് പ്രഥമദൃഷ്ട്യാ വ്യക്തിവൈരാഗ്യം മൂലമാണെന്ന് ശ്രീ ഫട്നാവിസ് പറഞ്ഞു. വിവിധ മേഖലകളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഗൂഗിളുമായുള്ള ധാരണാപത്രത്തിൽ മഹാരാഷ്ട്ര സർക്കാർ ഒപ്പുവച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി എന്നീ മേഖലകളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗപ്രദമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഗൂഗിളിന്റെ പൂനെ ഓഫീസിൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. നിർമ്മിത ബുദ്ധിയുടെ സാന്നിധ്യം മേഖലയിലെ ജനങ്ങളുടെ ഭാവിയെ സുശക്തമാക്കുമെന്നും വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന പാകിസ്ഥാനിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പോളിംഗ് അവസാനിച്ച് 10 മണിക്കൂറിന് ശേഷമാണ് പാകിസ്ഥാൻ ഇലക്ഷൻ കമ്മീഷന് ആദ്യ ഫലങ്ങൾ പുറത്തുവിടാനായത്. വോട്ടെണ്ണലിലെ മെല്ലെപ്പോക്ക് ചൂണ്ടിക്കാട്ടിയ കമ്മീഷൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയതായും വിവരമുണ്ട്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ പുറത്തുവന്ന 266-ൽ 34 ഫലങ്ങൾ പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഖൈബർ പങ്തുൻഖയിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവച്ചിട്ടുണ്ട്. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഞായറാഴ്ച ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ദക്ഷിണാഫ്രിക്കയിലെ ബെനൌനിയിലാണ് മത്സരം. ഇന്നലെ നടന്ന രണ്ടാം സെമിയിൽ ഓസ്ട്രേലിയ പാകിസ്ഥാനെ തോൽപ്പിച്ചു. ആദ്യ സെമിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഗോവ പോരാട്ടം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ജലമലിനീകരണം തടയലും നിയന്ത്രണത്തിനുമുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. 7ാമത് ഇന്ത്യൻ മഹാസമുദ്ര ഉച്ചകോടിക്ക് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ഇന്ന് തുടക്കം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ രണ്ടാം ഘട്ടത്തിന് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ തുടക്കമായി. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന പാകിസ്ഥാനിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഞായറാഴ്ച ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.